പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 12-ാം തീയതി ഏപ്രിൽ 12 ഞായറാഴ്ചയാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം ദിവ ഓപ്പൺ ആയിരിക്കും. ഞായറാഴ്ച ദിവസം ഇതുവരെ തുറന്നിട്ടില്ല. ഞായറാഴ്ച ഓപ്പൺ ആണോ എന്ന് ചോദിച്ച് കുറേ കമന്റ്സ് വരാറുണ്ട്. വിഷു പ്രമാണിച്ച് ഇപ്പോൾ ബുധനാഴ്ച വിഷു ആണല്ലോ. വിഷു പ്രമാണിച്ച് ഈ ഞായറാഴ്ച ഞങ്ങൾ തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ബാക്കി ദിവസങ്ങൾ ഒഴിവില്ലാത്ത ഞായറാഴ്ച വരാൻ മാത്രം പറ്റുന്നവരുണ്ടെങ്കിൽ വന്നോളൂ, ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ലൊക്കേഷൻ്റെ ഒപ്പമുണ്ട്, ഫോൺ നമ്പറും തരാം. ശോഭ ദയാനന്ദ് സൂപ്പർ. മുംബൈയിൽ 1/4 കിലോ ഇടിയൻ ചക്കയ്ക്ക് 30 രൂപ. മുള്ളൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി തരും. ഈ കൊല്ലം വാങ്ങിയിട്ടില്ല. വിഷുക്കണി ഒരുക്കുന്നതിന് വാങ്ങും, അന്ന് മുറിക്കാതെ വാങ്ങും. ചെറുതായാലും അങ്ങനെ തന്നെ വെക്കണമല്ലോ. ചെറുതായാലും നല്ല വിലയാകും. പ്ലാവ് നിറയെ ചക്കകൾ കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമം. വിഷമിക്കല്ലേ, 2-3 കൊല്ലം ഉണ്ടാവാണ്ട് ഞങ്ങൾ എന്തോരം വിഷമിച്ച് അതിന് അടി കൊടുത്ത് വെട്ടുകൊടുത്ത് ചീത്ത വിളിച്ചിട്ടൊക്കെയാണ് ഉണ്ടായേക്കണത്. എന്നാലും ഒരു ചെറിയൊരു കഷ്ണത്തിന് ഉണ്ടല്ലേ 30 രൂപ അല്ലേ? അല്ല, നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഭാഗ്യം എന്ന് പറയാ. അത് നാട്ടില് നമ്മൾ ജനിച്ചു വളർന്നവർക്കാണ് ഈ പ്രശ്നമുള്ളപ്പോൾ ഇവരൊക്കെ വിദേശത്ത് അല്ലെങ്കിൽ വേറെ നാടുകളിൽ, ബോംബെ അങ്ങനെ വേറെ നാടുകളിലേക്ക് പോയി. എന്നിട്ട് അവിടെ അവരുടെ മക്കളൊക്കെ അവിടെയും ജനിച്ചു വളർന്നേക്കണം. അവർക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല. അവരവിടുത്തെ ഭക്ഷണശീലങ്ങളുമായി അങ്ങനെ ജീവിച്ചല്ലോ. അടുത്തത് ഫാത്തിമ നജ. ചില സമയത്ത് അജുവേട്ടൻ്റെ സംസാരം കേട്ടാൽ അരപ്പിരി ലൂസാണെന്ന് വിചാരിക്കും. സരിത ചേച്ചി അജുവേട്ടൻ എന്നും ഗുളിക കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ചേട്ടാ ചേച്ചി, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ, സോറി. നിങ്ങൾ എന്നും ഇങ്ങനെ കാണുമ്പോൾ ഞാനും നിങ്ങളും ഒരു വീട്ടിലുള്ള പോലെ തോന്നും, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞു ഞങ്ങളോട് എന്തും പറയാം നിങ്ങൾക്ക്. നിലവില് ഇതുവരെയായിട്ട് ഗുളികളൊന്നും കഴിക്കണില്ല, ഒറ്റ ഗുളികളും നമ്മൾ കഴിക്കുന്നില്ല. അതിന്റെ കുഴപ്പാ, കൊടുത്തു തുടങ്ങണേ ഇനി ഗുളിയേമ. ഇപ്പൊ ആവുമ്പോ ഗുളിയേമ നിൽക്കും, അല്ലെങ്കിൽ ഇനി ചങ്ങലക്ക് ഇടേണ്ടി വരും എന്നൊക്കെ പറയില്ലേ. 4 ചങ്ങലുണ്ട്, 2 ഇമ്രാനും 2 ചാർലിക്ക് ഉണ്ട്. അപ്പൊ ഒരെണ്ണം കയ്യുമ്പോ 2 കൈമലും ഓരോന്ന് വീതവും 2 കാലുമലും ഓരോന്ന് വീതം ഇട്ടിട്ട് ഇരുത്താം. ശരാ, നമ്മള് തമാശക്ക് അങ്ങനെ പറയണം, അങ്ങനെ അതൊന്നും പറയാൻ പാടില്ല ശരിക്കും. എന്താടാ പിന്നെ ചിലവര് നമ്മുടെ ദിവേലിക്ക് ഷോപ്പിങ്ങിന് വന്നിട്ട് എന്നെ അവിടെ കാണുമ്പോൾ നേരെ കയറി വന്നിട്ട് കെട്ടിപ്പിടിക്കുക തന്നെ. എന്നിട്ട് പിന്നെ പിന്നെ അവർക്ക് തന്നെ പെട്ടെന്ന് അവർ പറയാം, എൻ്റെ അമ്മയുടെ ഒക്കെ പ്രായമുള്ള ആൻറ്റിമാര് ചേച്ചിമാരിട്ടാ. അപ്പോൾ എന്നിട്ട് അവരെന്നെ പറയും, അവരെ മക്കളുണ്ടാവും കൂടെ. അപ്പോൾ ആ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപരിചിതരാണ്. ഈ അമ്മ എന്തുട്ടി കാണിക്കണേ എന്നുള്ള പോലെ അവർ നോക്കാം. അപ്പോൾ പക്ഷേ ഇവർക്കൊരു പ്രശ്നമില്ല. ഇവരെന്നിട്ട് പറയും, അത്രയ്ക്കും നിങ്ങൾ സ്വന്തം വീട്ടിലത്തെ പോലെയാണേ, ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നോ പരിചയമില്ലാത്ത ഒരാളാണെന്നോ അങ്ങനെ ഒന്നും നമുക്ക് തോന്നണില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളോട് അങ്ങനെ ആയിരിക്കും, ഞങ്ങളെ കുറിച്ച് ഒന്നും അറിയണ്ടാവില്ല. പക്ഷെ നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാലോ, കുടുംബത്തിലത്തെ അംഗം പോലെ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എടുത്തതിന് വിഷമം തോന്നിയിരിക്കുന്നതൊക്കെ പറയും. അങ്ങനെ രേണു വിശ്വനാഥൻ. തമിഴ്നാട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന കോയമ്പത്തൂർ പല കല്യാണത്തിനും ഇപ്പോൾ ഒരു ട്രെൻഡ് ആക്കിയിട്ടുണ്ട് ചക്ക ബിരിയാണി. അത് ചക്ക ബിരിയാണി എന്ന് പറഞ്ഞാൽ മറ്റേ കടച്ചക്കന് അവിടെ കടച്ചക്കയാണെന്ന് ഉപയോഗിക്കുന്നു. എന്തിനു പറ്റിയേ അതിന് നമ്മളെ ചീത്ത പറയാ കണ്ടാ അങ്ങനെ അതിന്റെ മോന്തപ്പെടുത്ത കണ്ടാ നമ്മളപ്പനമ്മയ്ക്ക് വിളിക്കാൻ തോന്നുന്നുണ്ട്. എന്താ ഇമ്രാനെ പൂട്ടിട്ടേക്കണ ഇമ്രാനെ. ഇമ്രാൻ ഇപ്പൊ പകൽ സമയത്ത് ഒരു ചാടാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട്. രാത്രി പ്രശ്നമില്ല, രാത്രി പഴിച്ചു വിടാ, പകല് പൂട്ടിയിടും. ആദർശ് പണിക്കർ. നമസ്തേ അജുവേട്ടാ, സരിത കൊള്ളാം, മനോഹരം. ഇടിയൻ ചക്ക ബിരിയാണി ആദ്യമായിട്ടാണ് കാണുന്നത്, കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതിന്റെ മേക്കിംഗ് അതിഗംഭീരമായിരുന്നു. ഇടിയൻ ചക്കയുടെ കഷ്ണങ്ങൾ വറുത്തെടുത്തപ്പോൾ ശരിക്കും ബീഫ് അല്ലെങ്കിൽ ചിക്കനെ പോലെ തന്നെ സ്വാദോടുകൂടി കാണുവാൻ കഴിഞ്ഞു. ചക്ക മുറിക്കുന്ന സ്റ്റൈലൊക്കെ ഗംഭീരമായിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണമെന്ന് ആർക്കും തോന്നുന്ന തരത്തിലായിരുന്നു. അല്ലെങ്കിൽ രുചിയോടെ ഓർക്കുന്നതായിരിക്കും ഈ നിമിഷങ്ങൾ. തികച്ചും വെജിറ്റേറിയനായ ഒരാൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഉറപ്പായും 100% നാവിലൂടെ കപ്പലുകൾ മിന്നിമായും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ നോൺ വെജ് ആയ ഒരാൾക്ക് ഇത് വളരെ രുചിയോട് കൂടി ഇത് കഴിക്കാനാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അജുവേട്ടൻ്റെ നിഷ്കളങ്കമായ തനത് ഭാവവും സരിതയുടെ കൗണ്ടറുകളും ഒക്കെ തന്നെ വീഡിയോയ്ക്ക് പ്രത്യേകത ഏകി. വീഡിയോ രുചി മനോഹരം, പിക്ചർ ക്ലാരിറ്റി പതിവ് പോലെ തന്നെ സുന്ദരം, ലൊക്കേഷൻ പ്രിയതരം. 2 പേർക്ക് അഭിനന്ദനങ്ങൾ. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. മറ്റൊരു മനോഹരമായ അധ്യായത്തിനും പാട്ടിനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം പണിക്കർ. 2 തരത്തിനോടും ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ.
അപ്പോൾ ഞാനത് 3-4 വട്ടം ഇന്ന് കഴിച്ച് ഞാൻ ഒരുവിധം വെടുപ്പാക്കിയ ബിരിയാണി. അതിന് ചോറ് ഭയങ്കര ടേസ്റ്റ് കേട്ടാ. അത് അരിയുടെ വില കൂടുതൽ കാരണം ഒരു ഘടകം തന്നെയാണ് കേട്ടാ. പിന്നെ ചോറിന്റെ അനുസരിച്ചിട്ട് ഇതുണ്ടായിരുന്നില്ല, സാധനം ഉണ്ടായിരുന്നില്ല, ഗ്രേവി കുറവായിരുന്നു അല്ലേ. സൂപ്പർ സാധനമായിരുന്നു, സൂപ്പർ. ഉല്ലാ ഷിബിർ, ഓണത്തിന് കണിക്കൊന്ന മരം പൂക്കില്ല എന്നാണ് കവി ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഞെട്ടൽ പോലെയും സങ്കടം പോലെയൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് സരിതേച്ചിയെ പോലെ ഞങ്ങളും ഒരു നിമിഷം ശങ്കിച്ചു. അല്ലെങ്കിലും ഓണത്തിന് എന്തിനാ കണിക്കൊന്ന, വിഷുവിനല്ലേ വേണ്ടത്. പക്ഷെ ആ വാക്കുകളുടെ അഗാധമായ ഗർത്തങ്ങളിലേക്കൊന്ന് ഊളിയിട്ട് ചെന്നാൽ ഒരു പക്ഷെ മനസ്സിലാകാം. ഓണസമയത്ത് ആ മരം പൂക്കില്ല എന്നുള്ള ഒരു നിസ്സാരം പറഞ്ഞ് ഓണത്തിന് കണിക്കൊന്ന പൂവിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലേ. ഒന്നും ഉദ്ദേശിച്ചല്ല വാക്കുകൾ. അജുവേട്ടൻ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് മലയാളികളെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് അജുവേട്ടൻ. ആർക്കും വേണ്ടാതെ പ്ലാവിൻ ചുവട്ടിൽ മഴ കൊണ്ട് ചീഞ്ഞ് മണിയനീച്ച ആർത്ത് കിടന്നിരുന്ന എൻ്റെ ചക്ക മക്കളെ പായസമായും തോരനായും വറവായും പുഴുക്കായും ഇപ്പോൾ ഇതാ ചക്ക ബിരിയാണി ആകിയും ലോകത്തിൻ്റെ നെറുകിലേക്ക് എത്തിച്ച ചക്ക മക്കൾക്കും അവരുടെ മാതാപിതാക്കന്മാരായ ഞങ്ങൾ പ്ലാവുകൾക്കും ലോക നിലവാരം നേടിത്തന്ന അജൂസ് വേൾഡിലെ അജുവേട്ടനും സരിതേച്ചിക്കും മറ്റു യൂട്യൂബേഴ്സിനും പ്ലാവ് ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ലുലുവിലും നെസ്റ്റയിലും ഒക്കെ ഇത് കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ട്. ഈ നമ്മുടെ ഈ കണിക്കൊന്ന വിഷുവിൻ്റെ ടൈമിലാണ് മെയിനായിട്ട് പൂവുണ്ടാവുക. പക്ഷെ 365 ദിവസം കണിക്കൊന്നുണ്ടാവണ ഒരു കണിക്കൊന്ന കേരളത്തിലുണ്ട്. ഞാൻ പേപ്പറിലൊക്കെ വായിച്ചിട്ടുള്ളതാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം അമ്പലത്തിൽ ഒരു കണിക്കൊന്നുണ്ടെന്ന് പണ്ട് മനോരമ പേപ്പറിൽ വായിച്ചിട്ടുള്ളതാണ്. 365 ദിവസം അവിടെ ആ കണിക്കൊന്നുണ്ടെന്ന് പൂവ്. പിന്നൊന്നും എനിക്കറിയില്ല കേട്ടാ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൊടുങ്ങല്ലൂർ വശത്തുള്ളവർക്ക് അറിയാൻ പറ്റും ഇരിക്കും. കൊടുങ്ങല്ലൂരാണോ? പോയി നോക്കാവുന്നല്ലോ. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം അമ്പലം, തിരുവഞ്ചിക്കുളം തന്നെയല്ലേ തോന്നുന്നു. കണിക്കൊന്ന ആൾക്കാർ സൈക്കോ എന്ന് പറഞ്ഞ് വിളിക്കുക. കാരണം മുന്നും ആ കംപ്ലീറ്റ് പൂവുണ്ടായിട്ട് വിഷു ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് പൂവും കൊഴിച്ച് നിൽക്കുവാള്. അങ്ങനെ ഇപ്പൊ നിങ്ങള് എന്നെ വെച്ചിട്ട് അവരുടെ സ്വഭാവമൊക്കെ മാറി. അതാണ് സൈക്കോ കണിക്കൊന്നൊക്കെ വിളിക്കുക. അങ്ങനെയൊക്കെ ഉള്ളവരെ വിഷുവിന്റെ ആ സമയത്ത് ഈ പ്ലാസ്റ്റിക് പൂവ് കണിക്കൊന്ന പോലത്തെ പ്ലാസ്റ്റിക് പൂവ് കണ്ടമാന ചൈന ടൈപ്പ് കണ്ടമാന ഇറക്കിയിട്ട് അതാണ് ചെയ്യുന്നത്. എന്നിട്ട് കണിക്കൊന്ന നീ കേൾക്കുന്നില്ല ഇത് നിന്നെ വിളിക്കുന്നത്. എന്നിട്ട് കണിക്കൊന്ന റിപ്ലൈ പറയണ, ആരാടാ എന്നെ സൈക്കോ എന്ന് വിളിക്കണ്? കൊന്ന പൂവെന്ന് ആരെ കൊന്നിട്ടാടാ എന്നെ കൊന്നത് പേരിട്ടത്? കൊന്ന പൂവ്. എനിക്ക് എന്റെ മരം എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ പൂക്കും, ഇഷ്ടമുള്ളപ്പോ പൊഴിക്കും. നിങ്ങൾ ആരാടാ ചോദിക്കും. അങ്ങനെയൊക്കെ ഓരോ റീൽസ് കാണാം. ചിത്ര കോൾട്ടൻ, മൗത്ത് വാട്ടറിംഗ് ബിരിയാണി. ഐ ലൈക്ക് യങ് ജാക്ക് ഫ്രൂട്ട്. വി ഗെറ്റ് ഫ്രോസൺ വെജിറ്റബിൾസ് ഇൻ കേരള ഷോപ്സ്. I'll buy and try this. Thanks for sharing. I like you to read my comment this Sunday. I'm watching all your videos. Love the stories of Aju. Keep going. സന്തോഷം. അടുത്ത് ശിവദാസ് അമ്പലപ്പറ്റ. അജു ഇടിയഞ്ചക്ക ബിരിയാണി തകർത്തു എന്നറിഞ്ഞതിൽ സന്തോഷം. എല്ലാം കൊതിയോടെ കണ്ടിരുന്നു. ഓണത്തിന് കണിക്കൊന്ന എന്ന് പറഞ്ഞ് തെറ്റിപ്പോയെങ്കിലും അതും ഒരു തമാശ രൂപത്തിൽ കൈകാര്യം ചെയ്തു മിടുക്ക. പിന്നെ കാവശ്ശേരി പൂരത്തിന് പോവുക എന്നതൊരു കഠിന ശ്രമം തന്നെയാണ്. ചൂടും വെടിക്കെട്ടും കൂടി ഒരു വല്ലാത്ത അന്തരീക്ഷമാവും. ഞാൻ 2 കൊല്ലം മുന്നേ പോയിരുന്നു. അടുത്തത് ജയശ്രീ സുധാകരൻ. ഭയങ്കര ബുദ്ധിയാണ് അജുവിന്. തല കാറ്റ് കൊള്ളിക്കാതെ വെക്കൂട്ടോ അജു. ഈ കണിക്കൊന്ന കാര്യം പറഞ്ഞില്ല. ഇപ്പൊ കാണുന്നുള്ളവരെ നവനീഷ് ഗുരുവായോ അവിടെ ചാണർക്കി കഴിയാറായി. ഇപ്പൊ കാണണല്ലോ. കണ്ടു ചാർലി. അടുത്ത് ബിന്ദു ധനജൻ. സരിതേ, ഞാൻ എടുത്ത ഡ്രസ്സ് ഉണ്ടല്ലോ, ഒന്നും ചെയ്യേണ്ടി വന്നില്ല. നല്ല പാകമാണ്. ശരീരത്തിൽ കിടക്കുമ്പോൾ നല്ല സുഖവും വിലയും കുറവാണ്. ടീനേജ് കുട്ടികൾക്ക് പറ്റിയ പല ഫാഷനിലുള്ള ഡ്രസ്സുകൾ കണ്ടപ്പോൾ ആ പ്രായം കഴിഞ്ഞു പോയല്ലോ എന്ന് വേദനയോട് ഓർത്തുപോയി സരിതേ. മണല്ലൂരുള്ള ചേച്ചിയില്ലേ, ആ ചേച്ചി വന്നിട്ട് ഡ്രസ് എടുത്തു. കടയിൽ വന്നിട്ട് ഡ്രസ് എടുത്തു. അതിന്റെ കാര്യമാണ് പറയണത്. ഇവിടെ ചിരിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട. ഒരാൾ വേറെ തരത്തില്, ഒരാൾക്ക് അങ്ങോട്ടോടാണ്. അടുത്ത
അടുത്തത് ലതാ മോഹൻ. അജു വീണതല്ല നമസ്കരിച്ചതാണ്. ഓണത്തിന് കണിക്കൊന്നും ഉണ്ടാവില്ല. ടീൻറ്റുടിയുടെ കുലയാണെങ്കിൽ ആടും അല്ലേ അജു? ഓ ടീൻറ്റുടിയുടെ നമുക്കൊരു തെങ്ങും ദൈവിക്കുണ്ട് അവിടെ മറ്റേ പോന്നു ഇവിടെ പോന്നുട്ടാ. ഇനി അങ്കടനെ ഭൂമിയുണ്ട്. ബാക്കി SU ചക്കയ്ക്ക് കൊതി മൂത്ത് നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഒരു ചക്ക 100 രൂപ കൊടുത്ത് വാങ്ങി. അത് മുറിച്ച് തിന്നുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഞാൻ. പക്ഷെ ചക്കപ്പഴം മധുരമില്ലായിരുന്നു. ഇനി രാത്രി ചക്കക്കുരു മാങ്ങിയിട്ട കറി വെച്ച് കഴിച്ച് ആ വിഷം അങ്ങോട്ട് തീർക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മള് ചിലപ്പോ പുറമെന്നൊക്കെ വാങ്ങിക്കുന്ന ചക്കയൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. വെറുതെ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് അറിയാലോ ഇത് ഇത്രയ്ക്ക് ഇതുണ്ടാവുന്നു. അങ്ങനെ കുറേ പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. എനിക്കും പറ്റിയിട്ടുണ്ട് അബദ്ധം. കുരിയിച്ചിറന്ന് ഭയങ്കര ചക്ക എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു വന്നിട്ട് നമ്മുടെ വീട്ടിൽ ചക്കിയിലെത്താ കഴിഞ്ഞല്ല. അത് ഒരു രസമില്ലാണ്ട്. അടുത്ത സീനത്ത്. അജുവിന്റെ കഥ പറച്ചിൽ അത് കേൾക്കേണ്ടത് തന്നെ. പോർക്കിറച്ചി ഞങ്ങൾ കഴിക്കാറില്ല. പാചകം സൂപ്പർ. അടുത്തത് ശാന്തകുമാരി. നോൺ കഴിക്കില്ല. നിങ്ങളുടെ സംസാരം കേൾക്കാനും ചുറ്റുമുള്ള ഭംഗി ആസ്വദിക്കാനും വീഡിയോ മുഴുവനും കാണും. എന്തെങ്കിലും സരിതക്കുട്ടിയെയും ഫാമിലിയെയും നേരിട്ട് കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ ശാന്ത ചേച്ചി. കാണാം. അടുത്ത ജെസ്സി ടാർസസ്. അജുവിന്റെ പഴയകാല കഥകൾ കേൾക്കാൻ എന്ത് രസമാണ്. കറി സൂപ്പർ. പ്രിൻസി ജോർജ്. ഞാൻ ഫോർട്ട് കൊച്ചിയിലാണ്. ഗോവ ഫോർട്ട് കൊച്ചി ട്രഡീഷണൽ ഫുഡ് ആണ്. ചോറിന്റെ കൂടെ സൂപ്പർ ആണ്. വിത്ത് മോര് ചാറ്. ഫോർട്ട് കൊച്ചി ക്രിസ്ത്യൻ വീട്ടിൽ സ്പെഷ്യൽ ഫുഡ്. അത് ശരി. ഈ പോർക്ക് വിന്താലു. അംബിക മഹാദേവൻ. നൊസ്റ്റാൾജിയ. ഞാനും അമ്മ വീട്ടിലേക്ക് പഴയ കാലത്തേക്ക് പോയി. 1976 തൊട്ട് 1986 വരെ ആ കാലഘട്ടം. റോൺ ദ ഡോൺ. കുളിച്ചു കുറുതൊട്ട് പുതിയ ഉടുപ്പ് ധരിച്ച ഐശ്വര്യവതിയായി പന്നിയിറച്ചി കുഴയ്ക്കുന്ന വീട്ടമ്മ. എത്ര മനോഹരമായ കാഴ്ച. അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ കൃഷ്ണേന്ദു വന്നിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അവളുടെ മറ്റേ ഇതില്ലേ ഇമിറ്റേഷൻ ഗോൾഡിൻ്റെ അതിൻ്റെ ഒരു ഷോർട്സ് എടുത്ത് തരുമോ ചോദിച്ചിട്ട് വന്നതാ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് അവൾ പോണത് ആ വീഡിയോയിൽ കാണാം. കാറെടുത്ത് പോണത്. ആ കുറി മായ്ക്കാൻ ഞാൻ മാഞ്ഞു പോയി സുഹൃത്തെ, സോറി. ലതാ മോഹൻ. അജുവിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും. സിനിമാ നോട്ടീസിന് വേണ്ടി വണ്ടിയുടെ പിറകെ ഓടുന്നതും പല പല കളറിലുള്ള നോട്ടീസുകൾ ശേഖരിക്കുന്നതും തിയേറ്ററിൽ പോയി അവർ വെട്ടിയിടുന്ന ഫിലിം എടുത്തുകൊണ്ട് വന്ന് ചുമരിൽ ടോർച്ചടിച്ച് അതിൽ പടങ്ങൾ കാണുന്നതും എല്ലാം. അതൊരു നല്ല കാലമായിരുന്നു. അജു പറയുന്ന പോലെ പട്ടിണി ഉണ്ടെങ്കിലും സന്തോഷം തന്ന കാലഘട്ടം. ഇന്നെല്ലാം ഉണ്ട്, മനസ്സമാധാനവും സന്തോഷവും ഇല്ല. അജുവിന്റെ അമ്മാമ്മയെ പോലെ ഞങ്ങൾക്കൊരു അമ്മാമ്മ ഉണ്ടായിരുന്നു. അമ്മയുടെ അമ്മാവന്റെ അമ്മായിയമ്മ. ചെല്ലുമ്പോഴേ ചോദിക്കും, ഇപ്പം തന്നെ പോണാ അതോ അമ്മാവനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന്. അമ്മാവനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ മകളെ വിളിച്ചിട്ട് പറയും, രാധമ്മോ അരി കൂടുതൽ ഇട്ടോ, ചെലവ് തന്നെ എന്ന്. അടുത്തത് സ്നേഹലത നായർ. ഇൻ ദോസ് ഡേയ്സ് ഈവൻ ഇഫ് പീപ്പിൾ സ്ട്രഗിൾഡ് ഫോർ ഫുഡ് they shared with their cousins, friends and relatives. So children learned to share. And all houses buy newspaper because all including ammumas had studied basic Malayalam and liked to update on politics and other news. ശരി ഏട്ടാ. ഞാൻ എൻ്റെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ കൂട്ടുകുടുംബമായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് പേപ്പർ വരുത്തും. പേപ്പർ വീട്ടിൽ വരുത്തുമ്പോൾ ഞങ്ങളുടെ എല്ലാവരും ചേട്ടനനിയന്മാർ, അച്ഛൻ എല്ലാവരും കൂടിയിട്ട് അവിടെ ഇറയത്തി നിന്നിട്ട് എല്ലാവരുടെ കയ്യിലും ഓരോ പേപ്പർ ഉണ്ടാവും. കണ്ടിട്ടില്ലേ ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇടയിൽ മറ്റാളതിൽ ഇങ്ങനെ നോക്കും. ആ സമയത്ത് അമ്മ വന്നിട്ട് വാതിലിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ മരിച്ചവരാരൊക്കെയാന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് വരും. അടുത്തത് ടേസ്റ്റ് ഓഫ് കേരള. ഹായ് അജുചേട്ടാ, സരിത, ജഗ്ഗു. അജുചേട്ടൻ്റെ കഥ കേട്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. സ്കൂൾ പൂട്ടുമ്പോൾ ഞങ്ങൾ അപ്പച്ചിയുടെ വീട്ടിൽ പോകും. അവിടെ കുറേ കുട്ടികളുണ്ട് കളിക്കാൻ. അന്നൊക്കെ റോഡ് സൈഡിൽ ഇലക്ട്രിക് പോസ്റ്റ്, അയേൺ പോസ്റ്റ് ആണ്. അതിൽ കല്ലെടുത്ത് എറിയും. അപ്പോൾ നല്ല സൗണ്ട് ആയിരിക്കും. അത് കേൾക്കാൻ പൊന്നെ ഭയങ്കര ഇഷ്ടല്ലേ. അത് കേൾക്കാനാണ് പോണേന്നാണ്, പൊന്നേന്നാണ് എഴുതിക്കുന്നത്. ഇംഗ്ലീഷ് ആയ കാരനെ മനസ്സിലാവില്ല. കയ്യിൽ വരാതെ വലിയ ഊഞ്ഞാൽ. അല്ല, ഒരു തിരുത്തുണ്ട് എനിക്ക് തോന്നുന്നത് തന്നെ കേട്ടാ. ഇരുമ്പിൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞ ടെലിഫോൺ കാലുകളായിരിക്കും. മറ്റേ ഇലക്ട്രിക് പോസ്റ്റ് തേക്കിൻ്റെ കാലുകളായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. എൻ്റെ നമ്മുടെ ഇവിടുത്തെ പോസ്റ്റൊക്കെ അങ്ങനെയായിരുന്നു. പണ്ട് ഈ കേബിളുമിലാണല്ലോ മറ്റേ കംപ്ലീറ്റ് ഫോണിൻ്റെ.
അതുമേ പിന്നെ മരത്തിന്റെ മാറ്റിയിട്ട് വാർപ്പിന്റേക്ക് ആക്കിയത്. ഇരുമ്പിന്റെ അല്ല, അയൺ പോസ്റ്റ് പറഞ്ഞ പോലെ. അല്ല, ചില സ്ഥലത്തുണ്ട് ഇലക്ട്രോണിക്കാണ്. ഇരുമ്പിന്റെ വലുതുണ്ട്, നല്ല ഹൈറ്റ് കൊടുക്കേണ്ട കാലുകളില്ലേ, നല്ല ഹൈറ്റ് കൊടുക്കേണ്ട കാലുകൾക്ക് ചിലത് ഇരുമ്പിന്റെ ഉണ്ടായിരുന്നു. റോട്ടിയോടെ പോകുന്നത് മുഴുവൻ ഇരുമ്പല്ല നടന്ന്. പൈസ പിന്നെ അത് നല്ല സൗണ്ടായിരിക്കും, അത് കേൾക്കാനാണ് പോണേ. പിന്നെ കയ്യിൽ വരാതെ വലിയ ഊഞ്ഞാൽ സ്വിങ് കെട്ടും. കയ്യാല് അതിലാടും. ഊഞ്ഞാല് കെട്ടും, ഏതെങ്കിലും മരത്തിന്റെ മുമ്പിൽ എവിടെയെല്ലാം ആയിരിക്കും. ഊഞ്ഞാല് മനസ്സിലാവണില്ല, മംഗ്ലീഷായ കാരണേ. ഊഞ്ഞാൽ അതിലാടും. പിന്നെ വലിയ കുട്ടികൾ അതിൽ തണ്ട് വലിക്കും. എന്ന് വെച്ചാൽ അതിൽ നിന്ന് ആടുന്നതിനെ തണ്ടുവലി എന്ന് പറയുന്നത്. അതിൽ നിന്ന് ആടുന്നതിനെയാണ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. ഇതെല്ലാം ഒരു മധുര നൊമ്പര ഓർമ്മകളാണ്. എൻ്റെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയതിന് താങ്ക്സ്. അജൂസ് വേൾഡ് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ബൈ. Ambika Menon. Since Jaggu has great interest in cooking, it's a good idea for him to spend some time in Sharat's shop and help them in filling the takeout containers. It's also an opportunity for Jaggu to learn how to do business. In return, Sharat can pay Jaggu some money for his services. ജഗ്ഗു ഒരാഴ്ച അവിടെ പോയി നിന്നിട്ട് ഒരു ദിവസം ഫുള്ള് അവന്റെ ഷോപ്പിൽ ഇരിക്കേണ്ടി വന്നു പറഞ്ഞ് ബോറടിച്ച് ചത്തു എന്നാണ് പറയണത്. ജഗ്ഗും ഭാവിയും തുന്തുവിൻ്റെ ഉണ്ണിയിരുന്നു. അന്നത്തെ ദിവസമാണെങ്കിലോ ഭയങ്കര തിരക്കായിരുന്നു കടയിൽ. വേഗം സാധനങ്ങൾ കഴിഞ്ഞ് പോകുന്നു, കട അടച്ച്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അപ്പം നല്ല ഐശ്വര്യം ഉണ്ടാവും അത് പറഞ്ഞു. എന്തോ അവിടെ മറ്റേ സെൻറ്റ് പോൾസ് സ്കൂളിൻ്റെ അവിടെ എങ്ങടെ എന്തോ പരിപാടി നടക്കണ്ടായിരുന്നു. അപ്പോൾ കുറേ കുട്ടികളും സ്കൂളിലത്തെ അങ്ങനെ സ്കൂളിലേക്ക് പോണവരൊക്കെ അങ്ങനെ പോകുന്നവരും വരുന്നവരൊക്കെ വാങ്ങിച്ചിട്ട് പോയി. പിന്നെ ജഗ്ഗുവിന് കുക്കിങ്ങിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അല്ലേ? കുക്കിങ്ങില് വലിയ താല്പര്യമൊന്നുമില്ല. കുക്കിംഗ് കാണാൻ ഇഷ്ടവന്. മറ്റേ കുക്കിംഗ് വീഡിയോകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുക്കിങ്ങിന്റെ നമ്മളുടെ ലൈവായിട്ട് കാണാൻ ഇഷ്ടമില്ല, വീഡിയോകള് യൂട്യൂബിൽ കാണും, റെസിപ്പികൾ. ചിലതൊക്കെ സേവ് ചെയ്ത് വെക്കും, ലൈക്ക് ചെയ്ത് വെക്കും. ഇത് പറയുന്നത് നല്ലതാണെന്ന് പറയും. ചിലതൊക്കെ അവനോരോന്ന് പരീക്ഷണങ്ങളൊക്കെ ചെയ്യും, അല്ലാണ്ട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. സൂര്യ പി അത് സരിതേച്ചി ഇന്ന് പറഞ്ഞത് നേരെ നൊസ്റ്റു അടിച്ച് വരികയായിരുന്നു. സരിതേച്ചി ഇന്ന് പറഞ്ഞത് നേരാ, നൊസ്റ്റു അടിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് ഇന്ന് ഇടയിൽ കയറിയത്. ഓർമ്മിക്കാൻ തക്കവണ്ണം അവധിക്കാലങ്ങൾ അമ്മ വീട്ടിലെന്നല്ല ഒരിടത്തും ഉണ്ടായിരുന്നില്ല. കാലത്ത് കൊണ്ട് ചെന്നാക്കും വല്ലപ്പോഴും ഒരിക്കൽ. നമുക്ക് ഇവിടെ പോകണം, അവിടെ പോകണം, നാളെ അത് വാങ്ങാം, ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാവും കാണാം അച്ഛനമ്മയും ഓട്ടോറിക്ഷയിൽ വന്ന് മുറ്റത്തിറങ്ങും. പിന്നെ ഒരു കരച്ചിലും പിഴിച്ചിലും ഉച്ച തിരിയുന്നവരെ അവർ കഷ്ടപ്പെടുകയാണ് എന്നാണ് പറച്ചിൽ. ആൺകുട്ടികൾക്ക് ഇത് ബാധകമല്ല കേട്ടോ. കല്യാണത്തിന് ഒരാഴ്ച മുന്നാണ് അതിന്റെ പോരായ്മ അറിഞ്ഞത്. ഇഷ്ടപ്പെട്ട ഭക്ഷണവും കേന്ദ്ര കഥാപാത്രവും സിനിമാ തിയേറ്റർ എക്സെട്ര എക്സെട്ര എന്നിവയ്ക്കിടയിലും കൂട്ടിലടയ്ക്കപ്പെട്ട പോലെ ഒറ്റപ്പെട്ട പോലെ ഒക്കെയായി വീട്ടിൽ നിന്ന് മാറി നിന്ന് പരിചയമില്ലാത്തതുകൊണ്ടുള്ള ഒരു വെപ്രാളം. ഓർമ്മകളിൽ എടുത്തു വയ്ക്കാൻ അധികമൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം ഉള്ളത് തികട്ടി വന്നു. അടുത്തത് ഷർമിള റജി. ഇന്നാണ് വീഡിയോ കാണുന്നത്. നോമ്പ് കഴിഞ്ഞു, പോർക്കിരിപ്പുണ്ട്, അപ്പോൾ ഒന്ന് പരീക്ഷിക്കാം. കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ എന്ത് വെച്ചാലും എങ്ങനെ വെച്ചാലും സൂപ്പർ എന്ന് പറയുന്ന ആളാണ്, അതുകൊണ്ട് ആ പേടി വേണ്ട. പക്ഷെ എൻ്റെ അപ്പനും പിന്നെ അനുജത്തിയുടെ ആളും ഒരു രക്ഷയില്ല, കുറ്റം പറയാതെ കഴിക്കില്ല. എന്താണേലും ഒന്ന് പരീക്ഷിച്ച് കളയാം. തോമസ് മംഗലം. നമസ്കാരം ഉണ്ട് കേട്ടോ. ഞങ്ങളും ഇതുപോലെ സ്കൂൾ പൂട്ടുമ്പോൾ ചിയ്യാരത്ത് അമ്മായിയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അജു പറഞ്ഞ പോലെ പാടത്തും പറമ്പിലും തോട്ടിലും കുളത്തിലും ഒക്കെ അമ്മായിയുടെ മക്കളും അയൽവക്കത്തെ കൂട്ടുകാരും കൂടി കളിച്ച് അർമാദിച്ച് നടക്കാനായിരുന്നു ഇഷ്ടം. പിന്നെ ഭക്ഷണം വയറ് നിറയെ ചക്ക, മാങ്ങ, തേങ്ങ, കരിക്കിൻ്റെ വെള്ളം, പിന്നെ നമ്മുടെ കശുമാങ്ങ, കശുവണ്ടി, ചുട്ടതും മൂക്കാത്ത പച്ചവണ്ടിയും, പപ്പക്കായ, പുളി, നെല്ലിക്ക, ഒന്നും പറയേണ്ട ഇഷ്ടമോ. അതൊക്കെ ഒരു കാലം. അന്ന് എൻ്റെ അമ്മാമ്മ ഒരു പാട്ട് പാടുമായിരുന്നു. കാലത്തമ്മ കാപ്പി തരും കട്ടൻ കാപ്പി, അതിന് ചക്കര വേണമെങ്കിൽ ചന്തയെ പോണം മാന്യന്മാരെ. ഉച്ചയ്ക്കമ്മ കഞ്ഞി തരും കുട്ടകത്തിൽ, അതിൽ മുങ്ങിൽ തപ്പിയാൽ ഒന്നോ രണ്ടോ വറ്റ് കാണും. ഇതിൽ കൂട്ടാനോ കുറയ്ക്കാനോ വല്ലതുമുണ്ടോ എന്ന് എനിക്കറിയില്ല. മിക്സിയിൽ അടിച്ച കൂട്ടിൽ മുരിങ്ങാമരത്തിന്റെ ഒരു ചെറിയ കഷ്ണം 2 ഇഞ്ച് നീളം ഇട്ടടിച്ചിരുന്നെങ്കിൽ വിന്താലു വേറെ ലെവലായ. അടുത്ത പ്രാവശ്യം നോക്കിക്കോളൂ കേട്ടോ. നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മുടെ ചാനൽ തുടങ്ങിയ ഉടനെ നമ്മൾ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, റെസിപ്പി. അപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂള് ഇപ്പോൾ പണിതിട്ടില്ലേ, മീൻകുളം, അതിൻ്റെ അപ്പുറത്തൊരു മുരിങ്ങുണ്ടായിരുന്നു. അതുമെന്നാണ് ഞാൻ തൊലിയിലെ കഷ്ണം വെട്ടിയിട്ട്
അതിലിട്ടിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാനും ജഗ്ഗും കൂടിയിട്ട് ആ മുരിങ്ങര ഇത് കടയൊക്കെ പറിച്ച് അവിടെ കൊളാക്കി. ചേട്ടനും ജഗ്ഗും കൂടിയിട്ടൊന്നല്ല ഏട്ടാ മുരിങ്ങര കട പറിച്ചത്. കട ഒരു JCB ലാസ്റ്റാ വന്നേ. കട പറിച്ചത് ചേട്ടനാ, ഞങ്ങള് തന്നെയാണ് പറിച്ചത്. ഒരു വിധം മൂത്തിരിക്കണേ ഇപ്പളാ ഞാൻ കാണണേ. തുടച്ചത് ഇവിടെ എന്തുട്ടാ ആവോ ചോറും പറ്റ അങ്ങനെ എന്തോ. ചോറും പറ്റൊന്നുമില്ല, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലേ. അന്നുവെച്ചാ മറ്റേ ഇത് ജ്യൂസ് കുടിച്ചതിന്റെ ആയിരിക്കും, അണ്ടിപ്പരിപ്പിന്റെ അങ്ങനത്തെ വല്ല സാധനത്തിന്റെ. ഇപ്പൊ വീഡിയോയിലും മുഴുവൻ പെടും. ഇല്ലില്ല, അത് തൊട്ടടുത്ത കാണുള്ള ഒരു കുഞ്ഞു കുത്തുപോലെ. അടുത്ത് അപ്പോൾ അത് ആ റെസിപ്പി വെച്ചത് ഇവിടുത്തെ അന്നവല്ലിമ്മ ഉണ്ടായിരുന്നില്ലേ, അന്നവല്ലിമ്മ പറഞ്ഞ റെസിപ്പി ആയിരുന്നു. അന്നവല്ലിമ്മ വലിയ വലിയ മറ്റേ വിദേശത്തൊക്കെ ഉള്ള ആളുകളുടെ വീട്ടിലൊക്കെ നിന്നിട്ടുള്ളതാണ് കണ്ടമാനം. അപ്പോൾ അവർക്കൊക്കെ പാചകങ്ങളൊക്കെ അടിപൊളിയായിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ പോർച്ചുഗീസ് അല്ല, അതിൻ്റെ അപ്പുറത്ത് മറ്റേ ഫ്രഞ്ച് ആളുകൾ ചെയ്യുന്നത്. അധികം പേർക്ക് വെക്കാനൊക്കെ അറിയാം. പിന്നെ ഒരു കൈപ്പുണ്യം ഉണ്ട് അവർക്ക്. അടുത്തത് സാവിത്രി അയ്യർ. തീപ്പെട്ടിപ്പടം നോട്ട്ബുക്കിൽ ഒട്ടിക്കും, ആരാണ് കൂടുതൽ ശേഖരിക്കുന്നത് എന്ന മത്സരമാണ് ഉണ്ടായിരുന്നു. എനിക്ക് ഓരോടൻ ഒരു വളപ്പൊട്ട് ശേഖരം ഉണ്ടായിരുന്നു. വളപ്പൊട്ടുകൾ ഇങ്ങനെ വെറൈറ്റികൾ തപ്പി നടക്കുക. നമ്മൾ എവിടേക്ക് പോയാലും കണ്ണിങ്ങനെ മണ്ണിൽ പരതി നടക്കുക. പൂരങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈ വളപ്പൊട്ട് തപ്പി നടക്കലാണ്. നോർമല് കുപ്പിവളരെ പല കളറ് ഉണ്ടെന്ന് ശ്രദ്ധിക്കില്ല, അല്ലാണ്ട് ഓരോ ഡിസൈൻ വരുന്നതൊക്കെ കിട്ടി കഴിഞ്ഞാലേ ഈ തടവള പോലത്തെ വീതി കൂടിയുണ്ട്, അതുമ്മേ അങ്ങനത്തെ കിട്ടി കഴിഞ്ഞാൽ രാജ്യാവാണ് അവൻ. അജിത KG. അജു സരിത, ഞാൻ പ്യുവർ വെജ് ആണ്, പക്ഷെ നിങ്ങളുടെ നോൺ ഉണ്ടാക്കുന്നത് നോക്കിയാണ് മോനും ഹസ്ബൻഡിനും ഉണ്ടാക്കി കൊടുക്കുന്നത്. മുമ്പ് ഉണ്ടാക്കുമായിരുന്നു, പുതിയ റെസിപ്പി ആണെങ്കിൽ അതുപോലെ ഉണ്ടാക്കും. ഇപ്പോൾ ഞാൻ ഫിഷ് കറി വെക്കുന്നത് നിങ്ങളുടെ റെസിപ്പി അനുസരിച്ചിട്ടാണ്, മോനാണ് ടേസ്റ്റ് നോക്കി പറയുക. സന്തോഷം. അടുത്തത് ദീപ ലാലു. ചെറിയ പ്രായത്തിലെ കുസൃതി നിറഞ്ഞ ജീവിതം, അജുവേട്ടൻ്റെ കഥയിലൂടെ എന്നെയും ചെറുപ്രായത്തിലെ ജീവിത ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. അജുവേട്ട ഒത്തിരി നന്ദി, ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകമേ തറവാടാണ്, ലോകം മുഴുവൻ നമ്മുടെ സ്ഥലം പോലെയാണ്. ഒരു അതിർത്തികളില്ല, അല്ലെങ്കിൽ ഒരു വിലക്കുകളില്ല, ഒന്നും തന്നെ ഇല്ല. അങ്ങട് അതന്നെ ആയിരുന്നു ആ കാലം. ഇനി ഒരു കാലത്തും തിരിച്ചു കിട്ടില്ല, നമുക്ക് കഴിഞ്ഞു പോയി. എല്ലാം വേലികളായി, മതിൽക്കെട്ടുകളായി, അയലോക്കങ്ങളില്ലേ, ബന്ധങ്ങൾ കുറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ. എല്ലാവരും അവരവരതിലേക്ക് ചുരുങ്ങി, അങ്ങനെയായി പോയി. പണ്ട് അങ്ങനെയല്ല, പണ്ട് എല്ലാവരുടേതുമായിരുന്നു. അടുത്തതായി അഞ്ജലി രതീഷ്. സരിതച്ചിയുടെ ഭാഗ്യമാണ് ചേട്ടൻ, എന്തോരം കഥകളാ ചേട്ടന്, നല്ല നല്ല ഓർമ്മകൾ, കേട്ടിരുന്നാൽ തന്നെ നേരം പൊക്കോളും. അത് ശരി തന്നെയാണ്. ഇപ്പം കാലത്ത് ചായ കുടിക്കാനിരുന്ന അരമണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ. ഇന്നിപ്പോൾ 8:30 കൂടാരത്തിൽ നിന്ന് ചായ കുടി കഴിഞ്ഞിട്ട് ഞാനും ചേട്ടൻ എണീക്കുമ്പോൾ. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് വലിയൊരു ലോക ചരിത്ര സംഭവം ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കും. പറയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനാവും പറയാ, അപ്പോൾ ചേട്ടൻ കേട്ടിരിക്കും. മിക്കവാറും ചേട്ടൻ തന്നെയാവും പറയാ, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാവും വീണ്ടും വീണ്ടും പറയാം. അപ്പം എന്നാലും നമ്മളത് കേട്ടിരിക്കും. അല്ല, അത് കേട്ടിരിക്കാനും ഒരു ഇത് വേണമല്ലോ. അപ്പം അങ്ങനെ എൻ്റെ സമയം കുറേ കാലത്ത് അങ്ങനെയാണ് പോകണേ. ഞങ്ങളുടെ 2 പേരുടെയും, അതായത് ഇപ്പം നമ്മളുടെ എന്താ പറയുക, കാലത്ത് അടുക്കളയിൽ വേഗം കാര്യങ്ങൾ തീർക്കാനുള്ള. ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം ഇപ്പം നേരം വൈകിട്ട് മതിയല്ലോ. രാവിലെ ജ്യൂസ് ഞങ്ങൾ 2 പേരും ഇവിടെ ഉണ്ടാക്കും, ജഗ്ഗു അവിടെ നിന്നും കുടിക്കണം. കാരണം ഒരു 11 മണിക്കേട്ട കാലത്ത് ഇവർക്ക് പിന്നെ ഭക്ഷണം വേണ്ട, ഞാൻ പിന്നെ ഉച്ചയ്ക്കേ കഴിക്കുള്ളൂ. അപ്പം ഇത്തിരി വൈകിട്ടൊക്കെ കറിയൊക്കെ വെച്ചാൽ മതി. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കണേ. ജഗ്ഗു സ്കൂളിൽ പോണ സമയമാണ് അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ എണീക്കും അവിടെ നിന്ന്. അപ്പം ഞാൻ അടുക്കളയിലേക്ക് പോയാൽ ചേട്ടൻ പിന്നെ പറമ്പിലേക്ക് പോകും. അങ്ങനെ. അടുത്തത് ജയശ്രീ സുധാകരൻ. അജുവിൻ്റെ ആക്ഷനോട് കൂടിയ കഥ പറച്ചിൽ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ആ ഉപ്പുഭരണി ഇപ്പം പൊട്ടുന്നത്. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. എൻ്റെ പറമ്പിലെ തേങ്ങ അടക്കിയ എല്ലാം ശരിക്കും അയൽവാസികളാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഒന്നും പറയില്ല. തെങ്ങ് കയറാനും പണി ചെയ്യിക്കാനും ഒന്നിനും ഞാൻ ലീവിന് വരുമ്പോൾ അല്ലെങ്കിൽ സമയത്തിനനുസരിച്ചോ കിട്ടില്ല. 100-ന് മേൽ തെങ്ങുണ്ട്. അതൊക്കെ അയൽക്കാർ കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്യും. 100-ലധികം തെങ്ങുണ്ടെങ്കിൽ എന്തോരം നാളെ പൈസ എത്രയല്ലേ. അനിത രമണൻ. അജുവേട്ടാ, സരിതേച്ചി, നിങ്ങളുടെ വീഡിയോ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട്, നിങ്ങളുടെ സംസാരം നല്ല ഇഷ്ടമാണ്. അടുത്തത് KS. 2 പേരും വഴക്ക് കൂടുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്, ചിരിച്ച് ചത്തു. ബാക്കി വീഡിയോ രാത്രി കാണാട്ടോ. ഒരു പ്രവാസി 29/16 ഇനി നമ്മുടെ സരള അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, എന്തുട്ടാണ് അർജുൻ VK. നമസ്കാരം ചേട്ടാ, സരിതേച്ചി, ജഗ്ഗു. കൃഷിസ്ഥലത്തിലെ പുതിയ വിശേഷങ്ങൾ അറിയാൻ എന്നും ഞാൻ കാത്തിരിക്കും. പച്ചക്കറി വിളവെടുപ്പ് കണ്ടപ്പോൾ മനസ്സിൽ വളരെ സന്തോഷമായി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടമായി. ഹാവ് എ വണ്ടർഫുൾ ഡേ. അടുത്തത് സന്ധ്യ ബിജു.
ആ പപ്പായയുടെ ചുവട്ടിൽ ഓടൊക്കെ വെച്ച് എന്ത് ഭംഗിയാക്കി നിർത്തിയതായിരുന്നു. പപ്പായ ഇപ്പോൾ വേരെല്ലാം മുകളിൽ വന്ന് താങ്ങ് കൊടുത്ത് നിർത്തിയിരിക്കുന്നു. കൈപ്പയ്ക്ക് കവർ കെട്ടു. സരിത വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടുന്നതാണ് ഒരു നാച്ചുറൽ ഫീൽ കിട്ടുന്നത്. നല്ല ഡ്രസ്സ് വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ ഇട്ടിട്ട് എവിടേക്കെങ്കിലും പോകുമ്പോൾ അത് തന്നെ ഇടുന്നത് കാണുമ്പോൾ ആ ഡ്രസ്സ് പുതുമയില്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കയ്പക്കായ്ക്ക് അതിലേക്ക് വെള്ളം കൂടെ ഇറങ്ങാണ്ടായപ്പോൾ ഞാൻ തിന്ന് മാന്തി കൊടുത്തത്. കയ്പക്കായ്ക്ക് അല്ല, ഈ പപ്പക്കായ്ക്ക് അതിനധികം വെള്ളത്തിന്റെ ആവശ്യമില്ല, ഇറങ്ങണത് മതി. അല്ല, അപ്പോൾ അല്ലാന്ന് അങ്ങനെയായിരുന്നപ്പോഴേ പപ്പക്കായ വലിപ്പം വെക്കാണ്ടിരുന്നായി എന്നാ. അപ്പോൾ ഇപ്പോൾ നല്ല വലിപ്പമായി. ഒരു പപ്പക്കായ ഒരെണ്ണത് ഇത്രയ്ക്ക് വലിപ്പമുണ്ട്. ചേട്ടന്റെ ഒരു വിശ്വാസം. അല്ല, വിശ്വാസം വലിപ്പം വെക്കാണ്ടാകുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ. വായിക്ക്. പിന്നെ ഡ്രസ്സ് പറമ്പിലൊക്കെ പണിക്കൊക്കെ പോകുമ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ തന്നെയാണ് മിക്കവാറും ഞാൻ ഇടാറ്. പിന്നെ ഇപ്പം എന്തിട്ട് പറയുക, നല്ല ഡ്രസ്സ് ഇടാൻ പറയും ചേട്ടൻ പാചകത്തിനായാലൊക്കെ നിൽക്കുമ്പോൾ. നല്ല ഡ്രസ്സ് ഇട്ടാൽ അമ്മക്ക് എന്തെങ്കിലും കുഴപ്പമില്ലേ. ഡ്രസ്സിനെ പറ്റിയിട്ട് തോമസ് മംഗലാണ്ട് അന്ന് കുറേ ചീത്ത പറഞ്ഞതുകൊണ്ട് നമ്മുടെ സരിതയ്ക്ക് നല്ല ഡ്രസ്സുകൾ എനിക്കും ജഗ്ഗുവിന് ഇനിയും കുഴപ്പമില്ലാത്ത ഡ്രസ്സുണ്ട്. എനിക്ക് എപ്പോഴും തല്ലിപ്പൊടി ഡ്രസ്സുകളാണെന്നാണ് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഈ വീട്ടിലല്ല, നമുക്കിപ്പോൾ ആണുങ്ങൾക്ക് ഇപ്പോൾ എന്തൊരു കാണിക്കാനാണ് ഇങ്ങനെ പെണ്ണുങ്ങളാണ് ഭംഗിയിൽ നടക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. പൂപ്രയായിട്ട് നടക്കണ പെണ്ണുങ്ങൾ എനിക്ക് എന്താ പറയുക, ഇഷ്ടമില്ല എന്നല്ല, അങ്ങനെ നടക്കാൻ പാടില്ല. അതായത് മോശം ഡ്രസ്സുള്ള എനിക്കെങ്കിലും നല്ല വൃത്തിയിൽ നടക്കാം. നമ്മളിപ്പോൾ പാത്രം കഴുകണ സമയത്ത് നമ്മൾക്ക് ദീപാത്ത് വെള്ളം നനയില്ലേ, അത് ഇത്രയ്ക്ക് ദേഷ്യം ചേട്ടന് ഇവിടെ ഇങ്ങനെ നനഞ്ഞിട്ട് നടക്കണത്. അപ്പോൾ നനയാൻ പാടില്ല. അപ്പോൾ അല്ലെങ്കിൽ ആ ഡ്രസ്സ് മാറിയിടണം, അല്ലാണ്ട് ആ ഡ്രസ്സിൽ പിന്നെ ഇവിടെ നടക്കാൻ പാടില്ല. വീട്ടിലിടുന്ന ഡ്രസ്സാണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങും, പക്ഷെ എന്നാലും ഇവിടെ അങ്ങനെ നനവ് കാണാൻ പാടില്ല. അപ്പോൾ ഏപ്രൺ കിട്ടും, അല്ലെങ്കിൽ പിന്നെ ആ ഡ്രസ്സ് മാറിയിടണം. രാധാമണി, അജു, സരിത, ജഗ്ഗുമോൻ, ഇന്നത്തെ വീഡിയോ കണ്ട് 3-4 ദിവസമായിട്ട് നിങ്ങളുടെ വീഡിയോ പകുതിയൊക്കെ കാണാറുള്ളൂ. കാരണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വരും. എൻ്റെ മകൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു ഞായറാഴ്ച. ചേച്ചി നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു വീടും കാര്യങ്ങളൊക്കെ. എപ്പോഴും ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. പുതിയ വീട്ടിലേക്ക് പോകലും എല്ലാം കൂടി ആയിട്ട് ഒരു ഒഴിവും ഉണ്ടായിരുന്നില്ല. അത് ശരിയാ, ഒരു വീട് മാറലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയോട് പണി തന്നെ ഇരിക്കുന്നു. ഒന്ന് സെറ്റായി വരണേ അവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വീട് കാണാനായിട്ട് ഇങ്ങനെ ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ചേച്ചി ഇവിടെ നിലമ്പൂരാണ് കേട്ടാ. നിലമ്പൂർക്ക് ഒരു ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂര് എന്ന് തുടങ്ങിയ പോക്കാന്നറിയോ, ട്രെയിനിൽ പോകണമെന്നും പറഞ്ഞിട്ട് ഒഴിവുണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോ കണ്ട് വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോയി. ഓർമ്മകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ വീഡിയോ. അടുത്തത് മൃദുല വേണുഗോപാൽ, പപ്പായ തൈ നട്ട വിശേഷം പറഞ്ഞു കേട്ടിട്ടാട്ടോ ചിരിച്ചത്. അജു ചേട്ടൻ്റെ ന്യായീകരണം കേട്ടിട്ട്. ന്യായീകരണം നമുക്ക് എപ്പോഴും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും ന്യായീകരണങ്ങൾ. അവർ ചെയ്ത പ്രവൃത്തിനെ ന്യായീകരിക്കുക. അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും പരമാവധി പേരെല്ലാവരും ന്യായീകരിച്ച് നിൽക്കും. നമ്മളും അതുപോലെ ന്യായീകരിച്ച് നിൽക്കണം. നമുക്കും വിജയിക്കണ്ടേ. അടുത്തത് ജയശ്രീ രാജൻ, എൻ്റെ സരിതയെ പറഞ്ഞാൽ കേൾക്കാത്ത അജുവിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ, വെറുതെ വായിലെ വെള്ളം വറ്റും. അടുത്തത് അബ്ദുൾ അലി, വിറക് കിട്ടട്ടെ അജു, വിളവ് നല്ലവണ്ണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവണ്ണം കിട്ടാൻ വേണ്ടിയല്ലേ നിങ്ങൾ കഷ്ടപ്പെടുന്നത്. ചാണകമെല്ലാം ഒരു ലോഡ് ഇറക്കൂ. ഒരു ലോഡ് ചാണകം ഇറക്കണമെങ്കിൽ എത്ര ആവും? എത്ര ഒരു ഏക്കർ കൃഷി ചെയ്യാൻ സാധിക്കും? ഞാൻ അവിടെ ചെന്നാൽ ഒരു നാൾ നിങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ കിളയ്ക്കാം. അവിടെ നിങ്ങളുടെ തോട്ടത്തിൽ ജോലിയുണ്ടോ? ഞാൻ വരാം. 700 രൂപ കൂലി തന്നാൽ മതി. അലീക്ക, മലപ്പുറം. ഇവിടെ നമ്മൾ ഭയങ്കര അല്ല ആൾക്ക് 700 മതി. ഇത് ഇവിടെ ഭയങ്കര വിളവ് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പണിയെടുക്കുന്നത് കൃഷി സ്ഥലത്തില്. നമ്മുടെ ആരോഗ്യം കൂടുതലായത് നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നാശാവില്ലോ. അതുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അലീക്ക നമ്മൾ പണിയെടുക്കുന്നത്. അല്ലാണ്ട് ഭയങ്കരമായിട്ട് വിളവ് കിട്ടിയിട്ട് നമ്മുടെ അമ്മയുണ്ടല്ലോ, ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോട്ടാ, അപ്പോൾ ഇവിടെ സ്വർണ്ണപ്പണി ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. ഇവിടെ സാമ്പത്തികമായിട്ട് മൊത്തത്തിലൊരു നല്ല അടിത്തറയൊക്കെ വന്ന് നല്ലവണ്ണം പൈസയ്ക്കുള്ള സമയമാണ്. ആ സമയത്ത് നമ്മുടെ അമ്മ 4 ആടിനെ വാങ്ങിച്ചു, ശരീരത്തിന് ആയാസം കിട്ടാന്ന് പറഞ്ഞിട്ട്. അതായത് പൈസ ഉണ്ടാക്കാനോ ആ ആടിനെ നോക്കി അതിൽ നിന്ന് വരുമാനം കിട്ടാനോ വിറ്റ് കാശുണ്ടാക്കിയിട്ട് അരി വാങ്ങിക്കാനല്ല. അമ്മയ്ക്ക് ആ പാടിൻ്റെ പിന്നാലെ നടക്കുക, ആടിനെ തീറ്റാനൊക്കെ നടന്ന ശരീരത്തിനൊരു, അല്ലെങ്കിൽ നിങ്ങൾ പറയണ പോലെയല്ല, ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ രോഗിയാവും, ഞാൻ ഇരിപ്പിലാവും കെടുപ്പിലാവും. അത് അത്രയും പണിയെടുത്ത് നടന്നിട്ടുള്ള ആളാണല്ലോ. അങ്ങനെയുള്ളവർ പിന്നെ വെറുതെ ഇരുന്നാൽ അവർ പെട്ടെന്ന് രോഗികളായി പോവും. അപ്പം അതുകൊണ്ട് അമ്മ എല്ലാവരെയും കല്യാണമൊക്കെ കഴിഞ്ഞു
സജീവൻ്റെ കല്യാണം കഴിഞ്ഞ സമയം അല്ലേ? അതെ. സജീവൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി മക്കളുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട, അവർക്കൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്കൊക്കെ അവരെ ഭാര്യമാരായി, അവരെ ഇതായി. അപ്പം അമ്മയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പം അമ്മ അങ്ങനെ ആടിനെ വാങ്ങിച്ചു. അത് വെങ്ങണിശ്ശേരിയിൽ നിന്ന് വാങ്ങിച്ചത്. അത് എനിക്ക് നല്ല ഓർമ്മ. വെങ്ങണിശ്ശേരി നിന്ന് വാങ്ങിച്ചത് എൻ്റെ മാമൻ്റെ അവിടെ നിന്നേ, മാമൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന്. അപ്പം ഞാനും അമ്മയും എൻ്റെ അമ്മയും ഒക്കെ കൂടി പോയിട്ടാണ് വെങ്ങണിശ്ശേരിക്ക് പോയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയെന്ന് പറയാം. അപ്പം ഇത് ശരീരത്തിനൊരു ആയാസം കിട്ടുക, വെറുതെ ഇങ്ങനെ ഇരുന്ന് വിളവ് നമുക്ക് കുറച്ച് തുച്ഛമായത് ചുക്കിരി എന്തിട്ട് കിട്ടിയാലും നമുക്ക് സന്തോഷമുള്ളൂ. കാരണം നമുക്ക് കളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അലിക്കാനെ കൊണ്ട് പണിയെടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ കളയ്ക്കാൻ എന്തൊരു തേങ്ങനല്ലേ? മനസ്സിലായില്ലേ? ഞാൻ വേണമെങ്കിൽ അലിക്കാരെ അവിടെ വന്നിട്ട് ഇടയ്ക്ക് തോന്നും, തോന്നുമ്പോൾ പോവും, കളയ്ക്കും, പോരും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതൊരു തൊഴിലായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണുന്നില്ലേ. നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരുമ്പോൾ 2 നാള് വ്ളോഗ് ചെയ്യണം. അലിക്ക മലപ്പുറം ഒരുപാട് ഇഷ്ടം. അലിക്കേരെ അവിടേക്ക് വരാൻ പറഞ്ഞിട്ട് അലിക്ക പറഞ്ഞിട്ട് അവിടെ കുറെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങോട്ട് വിളിച്ച് തോറ്റു. അപ്പോൾ ആള് പറയുന്നത് ഇങ്ങോട്ട് വരാമെന്ന്, ഇവിടെ വ്ളോഗ് ചെയ്യും. ലതാ മോഹൻ, എനിക്ക് ഏറ്റവും ഇഷ്ടം സരിതയുടെ പാട്ട് കേൾക്കാനും അജുവിൻ്റെ പഴയകാല കഥകൾ കേൾക്കാനുമാണ്. അജു നന്നായി കഥ പറയും, നേരിൽ കാണുന്ന പോലെ തോന്നും. മുതലാളി കാറിൽ വന്ന് ഇറങ്ങുന്നതും അപ്പൂപ്പൻ നൈസായി ഓലയും ഇട്ട് സ്കൂട്ടാവുന്നതും ഒക്കെ. ലളിത തമ്പാൻ, 10 രൂപ കൊടുത്തതിൽ നഷ്ടമില്ല, ഒരു പ്ലാവിൻ തൈ കിട്ടിയല്ലോ, അതിൽ നിന്ന് കുറേ ചക്കയും പിടിച്ചല്ലോ, അപ്പൊ പൈസ ലാഭമായി. അന്നത്തെ 10 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുക. എനിക്കറിയാം, അമ്മ കൊടുക്കുമ്പോ അമ്മേരെ കണ്ണില് നമുക്കത് അറിയാൻ പറ്റും അതിന്റെ വിഷമം. നമ്മുടെ പശുവല്ല അവരെ ഓല തിന്നിട്ടുള്ളത്, വേറെ പശുവാണ് ഓല തിന്നത്. പക്ഷെ അയാൾ ബലമായിട്ട് 10 രൂപ തന്നാലേ പശുവിനെ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കയ്യിലുള്ള 10 രൂപ എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ തുകയാ അത്. അടുത്തത് വേണു തെയ്യൻ. അജു, സരിത, ജഗ്ഗു ഏപ്രിൽ 28 തൊട്ട് മെയ് 8 വരെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്ക് ഉത്സവമാണ്. നിങ്ങൾ വരുമോ? വരും. ഇത്തവണ അവിടുത്തെ വീഡിയോ എടുക്കും. ഞാൻ പലപ്പോഴും വിചാരിച്ചത് കൂടൽമാണിക്കം അമ്പലത്തിന്റെ പരിസരം കാണാൻ ഭയങ്കര രസം. മീന സതീഷ്, എനിക്കും അജുവിൻ്റെ അഭിപ്രായമാണ്. പഴയ സിനിമകളാണ് ഇഷ്ടം. പുതിയ സിനിമകൾ ഒരു പ്രാവശ്യം കണ്ടാൽ മനസ്സിലാവില്ല. പഴയ കോമഡി സിനിമകൾ എത്ര കണ്ടാലും മതിയാവില്ല. അത് ശരിയാ. ഇപ്പോഴത്തെ പടങ്ങൾ കണ്ടിട്ട് മനസ്സിലൊരു സീൻ പോലും നിൽക്കില്ല. പണ്ടൊക്കെ നമ്മളൊരു പടം കണ്ടു കഴിഞ്ഞാൽ രാത്രി ഉറക്കം തന്നെ ഉണ്ടാവില്ല. അതിലത്തെ സീനുകൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ഉറങ്ങിയാലും ആ സിനിമയിലത്തെ സീനുകൾ അത് സ്വപ്നം കാണാം. കുറച്ച് ദിവസം അതിൻ്റെ ഒരു ഹാങ് ഓവർ നിൽക്കും സീനുകൾ. ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. ഏത് സിനിമയാണ് എന്താണ്? ഇപ്പൊ ഇന്നലെ ഞാൻ വൈകുന്നേരം കണ്ടിരുന്നത് അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാനായിരുന്നു കണ്ടിരുന്നത്. അത് എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ എല്ലാതും കഴിഞ്ഞിട്ട് ഇനി ഇരിക്കില്ലേ, അപ്പോൾ നമ്മുടെ വീഡിയോ വയ്ക്കുക. അന്നത്തെ ദിവസം നമ്മൾ കാലത്തിട്ട വീഡിയോ ഇല്ലേ, അത് വെക്കും ഞാൻ യൂട്യൂബിൽ. അത് വെച്ചിട്ട് ആണ് കമൻസിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക. കാരണം ഈ കമൻസിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ഓരോ ഭാഗങ്ങൾ എടുത്തെഴുതിയിട്ട് ഓരോരുത്തർ ഇതാക്കുമ്പോൾ എനിക്കത് കാണാൻ തോന്നും. ഇത്ര ടൈമിൽ ചിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ടൈമിൽ അപ്പോൾ എന്തുട്ടാണാവോ ചിരിക്കാനുള്ളത് ഉണ്ടായേ എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ അപ്പം അത് കണ്ടിട്ട് അപ്പം അത് കണ്ടു കഴിഞ്ഞ് കമൻസിന് റിപ്ലൈ കൊടുക്കൽ കഴിയില്ല എപ്പോഴും. അപ്പോൾ ഒരു പടം വയ്ക്കും, ഏതെങ്കിലും ഒരു യൂട്യൂബിലത്തെ പണ്ടത്തെ ഏതെങ്കിലും സിനിമകൾ വയ്ക്കും. അപ്പോൾ ഇന്നലെ വെച്ച പടം അവിട്ടം തിരുനാൾ മിനിഞ്ഞാന്ന് വെച്ച പടം. അത് ഫുള്ള് കഴിഞ്ഞില്ല. അപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്ന് ഞാൻ ഉറങ്ങി. പിന്നെ ഇന്നലെ അതിൻ്റെ ബാക്കി വെച്ച് കഴിഞ്ഞിട്ടും ഉറക്കം വന്നില്ല. അപ്പം ഞാൻ ഏത് പടം വെച്ചേ, അപരൻ സിനിമ കുറേ കാലമായിട്ട് കാണണമെന്ന് ഞാൻ വിചാരിച്ച ഒരു പടമായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടു, കുറച്ച് സമയം കണ്ടുള്ളൂ. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ഉറക്കം വന്നു. അപ്പോൾ ഞാൻ നിർത്തി കിടന്നുറങ്ങി, ബാക്കി കാണും. പിന്നെ ഓരോ ദിവസം അതിൻ്റെ തലേ ദിവസം വെച്ച് കണ്ട പടം ഏതായിരുന്നു? അവിട്ടം തിരുനാളിൻ്റെ തലേ ദിവസം കണ്ട പടം മലപ്പുറം ഹാജി മഹാനായ ജോജിയായിരുന്നു. അങ്ങനെ ഓരോ പടങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പ്രാദേശിക വാർത്ത കണ്ടു ഒരു ദിവസം. കണ്ട പടങ്ങൾ തന്നെയാണ്. വൈജയന്തി മനോഹരൻ, അജുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അത് ഒന്നിനും കൊള്ളില്ലായിരിക്കും. അത്ര ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ, കഴിക്കാനൊക്കെ പറ്റും. ചേട്ടൻ എന്തോ അത് ഇഷ്ടപ്പെട്ടില്ല. ലതാ മോഹൻ, എൻ്റെ വീട്ടിലും തേങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ തേങ്ങ അടങ്കൽ കൊടുക്കും. അവർ വന്ന് മുഴുവൻ തേങ്ങ ഇട്ടുകൊണ്ട് പോകും. ഞങ്ങൾക്ക് തിന്നാൻ കരിക്ക് തരും. തേങ്ങ പിണ്ണാക്ക് പലചരക്ക് കടയിൽ പോകുമ്പോൾ അവിടെ നിന്ന് എടുത്ത് തിന്നും. ഞാനും 70-ലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അജു പറയുന്ന പല കാര്യങ്ങളും ഞാനുമായി റിലേറ്റ് ചെയ്യുന്നവയാണ്. അതുകൊണ്ട് തന്നെ കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാനും ആ പഴയ കാലങ്ങളിലേക്ക് പോയി. തേങ്ങ ഇടുന്ന ആൾ വരുന്നതും കരിക്കിന് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുന്നതും ഒക്കെ മനസ്സിൽ വന്നു. കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ത് രസമാണ്. അടുത്തത് നെവിൻ ഫെർണാണ്ടസ്, ആ ബെഞ്ചെങ്ങാനും വീണ്ടും കുടിലോട്ടിടാൻ ശ്രമിച്ച, പറയുമ്പോൾ നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ബെഞ്ച്, നിങ്ങൾ കാശ് ചെലവാക്കി ഉണ്ടാക്കിയ കുടിൽ ഒക്കെ ശരി തന്നെ. പക്ഷേ ഇനി ആ ബെഞ്ച് പൊക്കി വീണ്ടും കുടിലിനകത്ത് ഇടുന്ന വല്ല ഐഡിയ ആയിട്ട് വന്നാൽ അപ്പുറത്തെ കുളത്തിൽ ചാടിയ മലമ്പാമ്പാണ് സത്യം. ആജു ചേട്ടൻ ഞാൻ കവളമടൽ വെട്ടി
സ്വപ്നത്തിലെങ്കിലും വന്നടിക്കും. ഇത് സത്യം സത്യം സത്യം, സത്യം. ഒരിക്കലും ഇല്ല, അത് തിരിച്ചടിയില്ല. അത് സ്ഥലമല്ലേ, നമ്മള് അല്ലേട്ടനൊക്കെ വന്നിട്ട് പറഞ്ഞില്ലേ അത് ബെഞ്ച് മാറ്റിട്ടുണ്ട്, അത് അങ്ങനെ മതി എന്ന് പറഞ്ഞില്ലേ. പക്ഷെ അന്ന് അല്ല ചേട്ടൻ വന്നിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വരുന്നവർക്കൊക്കെ ആ സ്ഥലമല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്ന് കാലത്ത് ഞാൻ യോഗ ചെയ്ത് അതിലാണ്. കാലത്ത് യോഗ ചെയ്യാനായിട്ട് നല്ല രസമാണ്. നല്ല ഇളം കാറ്റ്, പുലർച്ചെ സമയം. അത് ആ കോസടി കൊണ്ടച്ചകത്ത് കൊണ്ടു വെച്ചു. അപ്പോ ലേ ചാർലി മൊയിലാളി, ഇതൊരുമാതിരി പണിയായി പോയി. ആ സാധനം ഇട്ട് കൊടുത്തതാവൂല്ലേ കോളാമ്പി. വിമല, അജൂസ് ഫാമിലി മെമ്പേഴ്സ്, ഇന്നത്തെ നാളികേരം കൊപ്ര കഥ ഒരുപാട് രസകരമായി തോന്നി. വീടിന്റെ അടുത്ത് ക്ഷേത്രത്തിൽ വിശാലമായ മൈതാനമുണ്ട്. അവിടെ വേനൽക്കാലം കൊപ്ര ഉണക്കിന്റെ പൂരമാണ്. ഈറ കൊണ്ടുള്ള പായകളിലാണ് കൊപ്ര വിരിച്ചിരിക്കുന്നത്. നമ്മൾ കടന്നു പോകുമ്പോൾ തേങ്ങാ പൂളുകൾ അടിച്ചു മാറ്റും. അവർ കണ്ടാൽ വഴക്ക് പറയും. നല്ല രുചിയാണ്. ആ നല്ല കാലം അജുബ്രോ പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർത്തുപോയി. സത്യത്തിൽ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. നമ്മുടെ അനുഭവമാണ് ഈ ചാനൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. സന്തോഷം. അടുത്തത് അനൻ ലാഖ്. തേങ്ങ പൊതിക്കുന്ന മെഷീൻ വാസ് ദർ ഇൻ അവർ ഹൗസ് 95 to 96 പീരീഡ്. സരിത, ഐ ഫീൽ ദാറ്റ് യു ഷുഡ് ആഡ് സം മോർ വാട്ടർ and keep the rava mix some time for soaking, then make the ada, then the ada would be more softer. ശരിയായിരിക്കും. നൈസ് വീഡിയോ, കീപ് ഗോയിങ്. 95-96 അവിടെ നാളികേരം പോയിക്കുന്ന ഇതുണ്ട് ഇല്ലേ? ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞാനൊക്കെ ഏകദേശം 2000-ന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, കാരണം അതൊക്കെ വലിയ വാർത്തയായിരുന്നു. നാളികേരം പൊതിക്കാനായിട്ടുള്ള മെഷീൻ എന്നൊക്കെ പറഞ്ഞ വാർത്തയിലൊക്കെ വന്ന് എനിക്ക് നല്ല ഓർമ്മ. അത് കണ്ടിട്ടാണ് അച്ഛൻ ഉണ്ടാക്കിയത്. ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇങ്ങനെ ലിവർ ഇങ്ങനെ പൊക്കിയാൽ മതി. കാരണം അന്നും നമ്മൾ ഈ നാളികേരം ഇങ്ങനെ കാരണം എന്റെ കയ്യുമ്പോ വെട്ട് കിട്ടിയത് കണ്ടാ, നഖം പോയി. എന്റെ ഒരു 8ാം ക്ലാസ്സിലോ 9ലും കണ്ട് പഠിക്കുമ്പോൾ നാളികേരം പൊതിക്കാൻ പഠിച്ചതാ. ഫസ്റ്റ് ഇങ്ങനെ നാളികേരം പിടിച്ചിട്ട് ഫസ്റ്റ് വിട്ട് തന്നെ കൈയിന്റെ തള്ളവിരലിന്റെ നഖം പോയി. അടുത്തത് റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. ചാർലിക്ക് കൊടുത്ത കോളാമ്പി മിക്കവാറും നാളെ ഇമ്രാന്റെ തലയിൽ കാണും. കറക്റ്റ്. എങ്ങനെ മനസ്സിലായി? ഇമ്രാന്റെ തലയിൽ തന്നെയായിരുന്നു. തേങ്ങ പൊതിക്കാതെ അതേപോലെ ഉണക്കാനിടും. കുറച്ച് ദിവസം കഴിയുമ്പോൾ കുലുക്കി നോക്കും കൊപ്ര ചിരട്ടയിൽ നിന്ന് വിട്ടിട്ടുണ്ടോന്ന്. ഉണ്ടെങ്കിൽ ചെറിയ കോടാലി കൊണ്ട് പിളർന്ന് കൊപ്ര എടുത്ത് അരിഞ്ഞ് ഉണക്കും. അപ്പൊ ഇത്രയും കഷ്ടപ്പാടില്ല. വീട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ബാക്കി വന്ന് ആവണതല്ലേ. അങ്ങനെയാണ് നമ്മുടെ സംഗീതമൊക്കെ പണ്ടേ നാളികേരം ഉണക്കണത് ഇങ്ങനെയാ. അവള് കംപ്ലീറ്റ് നാളികേരങ്ങൾ ഉണങ്ങിയതില്ലേ, അങ്ങനെ വെറുതെ അങ്ങനെ ഇടും. അങ്ങനെ ഇട്ടത് ഉണങ്ങില്ല. ഉണങ്ങി കഴിഞ്ഞാൽ മഴ കൊണ്ട് ഓരോ പൊളി. നല്ല ഐഡിയ. അടുത്ത് ഷിബിനും ബിനോയും, അതായത് തട്ടുകിടന്നിരങ്ങികൾ ഇപ്പൊ എവിടെയാണ്? കാണാറുണ്ടോ? അവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അതുപോലെ പഴയ ക്യാമറാമാൻ വിനീത്. ഷിബിന് ഇവിടേക്ക് തറവാട്ടിൽ ഇവിടെ സജീവിൻ്റെ അവിടെ പണിയുന്നുണ്ട് ഇപ്പോൾ. ബിനോയ് മറ്റേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതൊക്കെ ആയിട്ട് അവൻ്റെ വീട്ടിൽ മില്ല് തുടങ്ങി. എന്നിട്ട് പിന്നെ അതൊക്കെ ചെയ്ത് അങ്ങനെ ഫ്ലോർ മില്ലില്ലേ അത് തുടങ്ങി. അരി പൊടിപ്പിക്കല് അങ്ങനെയൊക്കെ പൊടിപ്പിച്ച് വീട്ടിലിപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ വിളിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് കൊണ്ടുപോയി പൊടിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരും. അങ്ങനെയായിട്ട് അവൻ പോകും. അടുത്തത് ശ്രീദേവി സുരേഷ്. ഹായ് അജേട്ട, സരിതക്കുട്ടി, ജഗുട്ട. അല്ലേട്ടൻ വന്നല്ലോ, സന്തോഷം. എല്ലാവരും കൂടെ കൂടാരത്തിൽ നിന്ന് വർത്തമാനം പറയുന്നത് കണ്ടപ്പോൾ എനിക്കും അങ്ങോട്ട് വരാൻ തോന്നി. അടുത്തത് രമണി പടിഞ്ഞാക്കര. ഗുഡ് ഈവനിങ്. ഇന്ന് വീഡിയോയിൽ പകൽ കാണാൻ നേരം കിട്ടിയില്ല. എത്ര വൈകിയാലും കണ്ടിരിക്കും, എന്നാലേ മനസ്സിനൊരു സുഖമുള്ളൂ. അടുത്തത് സീനത്തമ്മ. കുളം വൃത്തിയാക്കിയത് നന്നായി, നല്ല ചൂടല്ലേ, ഇടയ്ക്ക് നീന്തി കുളിക്കാം. സരിതയ്ക്ക് ഇത് നല്ല പണിയാണ്. അജേട്ടന് നാളേരം ഉണക്കൽ ഉഷാറായി. ജഗ്ഗുമോനൊപ്പം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ സൂപ്പർ. അടുത്തത് രതീഷ് വി ആർ. ഇന്ന് എല്ലാവർക്കും ഹാർഡ് വർക്ക് ടാസ്ക് ആയിരുന്നല്ലോ. ജഗ്ഗുമോന് സ്പെഷ്യൽ പ്രൈസ്. മിടുക്കൻ. കൂടാരം സൂപ്പറാട്ടാ. അടുത്തത് ശ്രീകുമാർ പുത്തലത്ത്. താമരശ്ശേരി വീട് ഒരു മേലെപ്പറമ്പിൽ ആൺവീട്. മേലെപ്പറമ്പിൽ വീടാണ്. വേണ്ടുന്നതെല്ലാം ഉണ്ടാക്കും. കുത്ത് കുറച്ച് ഡാഷ് ഒഴിച്ച്. സിനിമ ഡയലോഗാണെന്ന് മനസ്സിലായി. സോപ്പ് ചീപ്പ് സകല സാധനങ്ങൾ ഇവിടെ കൃഷിയാന്ന് പറയില്ലേ. അടുത്തത് ആൻസ്. ഹായ്, ഹലോ. ഹായ് അജു, സരിത, ജഗ്മോൻ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് ജ്യൂസ് വിത്ത് നട്ട്സ്. ടുഡേ ഓൾ ഓഫ് യു വാസ് കെപ്റ്റ് ബിസി. അനിൽ ചേട്ടൻ്റെ വിസിറ്റ് ഉണ്ടായിരുന്നു. കഞ്ഞി പ്ലസ് റോ മാംഗോ ചമ്മന്തി.
കഞ്ഞിക്ക് അടിപൊളി കോമ്പിനേഷൻ. ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വിശേഷംസ്. ലവ് യു ഓൾ, ഗോഡ് ബ്ലസ്. അടുത്തത് ജയൻ ഗംഗോത്രി. നിങ്ങൾക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഒരു തട്ടുണ്ടാക്കി ആ ഗേറ്റിന് വെളിയിൽ വെച്ചു കൊടുക്കൂ, ആവശ്യക്കാർ എടുത്തുകൊണ്ട് പൊക്കോളും. നല്ല കാര്യമാണ്. നമ്മൾ ഒരു വട്ടം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് എപ്പോഴും ഉണ്ടാവില്ല. ആളുകൾ വരുമ്പോഴൊന്നും ഇല്ലെങ്കിൽ പിന്നെ അതും ഒരു ഉള്ളപ്പോൾ കൊണ്ടാക്കിയാൽ എല്ലാവരും അതിൽ കൂടെ പോണവർ എടുത്തുകൊണ്ടൊക്കെ. ഞാനിപ്പോൾ ഇവിടേക്ക് കടയിലേക്ക് കൊണ്ടുപോകും. ധന്യക്കും ഷിജിക്കും ശരണ്യക്കും കൊടുക്കുന്നുണ്ട്. ഉഷ കുര്യൻ. ആ 15 ഇയർ പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് എന്തോരം ജോലിയാണ് ചെയ്യിക്കുന്നത്. കഷ്ടം, പാവം കൊച്ച്. ചെറിയ ജോലികളൊക്കെ ചെയ്യിച്ചാൽ പോരെ, വലിയ ചാക്കിൽ വെയിറ്റ് എടുപ്പിക്കുക. അവൻ ചിരിച്ചുകൊണ്ട് എല്ലാം ചെയ്യുന്നു. പാവം പൊന്നുമോൻ. നമ്മളൊക്കെ 5-10 വയസ്സിലൊക്കെ ചെയ്ത വീട്ടിലെ ജോലികളൊക്കെ ഇല്ലേ, തലയിൽ കറ്റ ചോന്ന്, തലയിൽ ചാക്ക് ചോന്നും, നെല്ലും വാഴക്കന്നും, ഇതൊക്കെ നമ്മൾ ഈ 10, 11, 12, 13 വയസ്സുള്ളപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള പണികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നെ ബാലവേല എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഇതൊന്നും ഒന്നുമല്ല, ഇതൊക്കെ നിസ്സാരമായ പണികളാണ് ജഗ്ഗൊക്കെ ചെയ്യുന്നത്. അല്ല, ചെയ്ത് പഠിക്കട്ടെ വീട്ടിലത്തെ കാര്യങ്ങൾ. ഇപ്പോഴത്തെ പിള്ളേകൾ ചെയ്ത് പഠിക്കണം. ലതാ മോഹൻ. 2 കസേര സ്റ്റൂളോ കൊണ്ടിട്ട് അതിൽ ഇരുന്ന് കഞ്ഞി കുടിക്കുകയാണെങ്കിൽ സുഖമായി കഴിക്കായിരുന്നു. അജു കഞ്ഞുമായി നിരങ്ങി പോയി ചാരി. ജഗ്ഗു ഇരുന്നും കിടന്നും കുടിക്കുകയായിരുന്നു. എന്തായാലും നിങ്ങളുടെ പണികൾ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അടുത്ത് സൂര്യ പി. ആദ്യ ദിവസം തേങ്ങ കമിഴ്ത്തിയിടണത്രേ. സൂപ്പർവിഷൻ ഇല്ലാതെ തന്നെത്താനെ ഞാൻ ഈ സാഹസത്തിന് മുതിർന്നത് കഴിഞ്ഞ മാസമായിരുന്നു. അന്ന് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഇത് ഞാൻ മലർത്തി വെച്ചു. അതും പോട്ടെ, മുളകും മല്ലിയും ഉണക്കിയെടുത്ത് വെക്കുമ്പോൾ എയർ കടക്കാതെ ആക്കി വെക്കാറില്ലേ, അതുപോലെ തന്നെ ഇതിനും വേണമെന്ന് കരുതി ഞാനിത് കെട്ടിപ്പൂട്ടി എടുത്ത് വെച്ചു. പിറ്റേ ദിവസത്തേക്ക് എൻ്റെ തേങ്ങ പൂത്തിരിക്കുന്നു. പ്രോബ്ലം അയൽപ്പക്കത്തെ ചേച്ചിമാർക്ക് ചർച്ചയ്ക്ക് കൊടുത്തപ്പോൾ രോഗലക്ഷണങ്ങൾ കേട്ട ശേഷം അവർ വിധിയെഴുതി, ഈ അസുഖത്തിന് കാരണമായ വൈറസ് ഞാൻ തന്നെ. പിന്നീട് ഈ അബദ്ധം ആവർത്തിച്ചില്ല. 12-ന് എൻ്റെ മോൻ സിദ്ധാർത്ഥിൻ്റെ ജന്മദിനമാണ്. പറ്റുമെങ്കിൽ അന്നത്തെ വീഡിയോയിൽ അവന് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യാമോ? അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ നാളെ. അല്ല, നാളെ വീഡിയോ ഇടാൻ പോണേ. അയ്യോ, അതായത് ഇന്ന് 11-ാം തീയതിയാ. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക 12-ാം തീയതി ആയിരിക്കും. അപ്പോൾ ഇന്ന് പറയുമ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സിദ്ധാർത്ഥിന് അജു ചേട്ടൻ്റെയും സരിത ചേച്ചിയുടെയും ജഗ്ഗുവിൻ്റെയും വക 100,000 ജന്മദിനാശംസകൾ. സിദ്ധാർത്ഥിനെ വിളിച്ചിട്ട് ഈ ഭാഗം കാണിക്കട്ടാ. സിദ്ധാർത്ഥിന് എത്രാമത്തെ വയസ്സാണെന്ന് എഴുതിയിട്ടില്ല, ജന്മദിനാണെന്ന് എഴുതിയിട്ടില്ല. കഴിഞ്ഞു. സമയം കാലത്ത് 11 മണി. സരിതയ്ക്ക് കൂട്ടാൻ വയ്ക്കുന്ന ഒരു പണിയുണ്ട്. ഇന്ന് നമ്മുടെ മഹേഷിന്റെ കല്യാണം. ഇന്ന് ഞാൻ ഷോപ്പിലേക്ക് പോണില്ല. കാരണം എന്താ വെച്ചാൽ കൂട്ടാൻ പണി കഴിഞ്ഞിട്ടൊന്ന് മഹേഷിന്റെ പ്രതികാരം കാണാൻ പോകണല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നിർത്താം. എന്തായാലും നമ്മൾ വീണ്ടും കമൻറ്റ് വായിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ വീണ്ടും കമൻറ്റുകൾ ഇങ്ങോട്ട് എഴുതി നിറച്ചു തുടങ്ങി. ഒരു ടൈമിൽ അത് നമ്മൾ കമൻറ്റ് വായന ഇല്ലാണ്ടായി. ഇപ്പോൾ ആളുകൾ കമൻറ്റ് നിങ്ങളൊക്കെ ചുരുക്കിയതായിരുന്നു, ഭയങ്കരമായിട്ട് ചുരുക്കിയായിരുന്നു. ഇപ്പോൾ വീണ്ടും എല്ലാവരും വാസനകൾ വീണ്ടും ഉണർന്നു തുടങ്ങി. അപ്പോൾ നിർത്താം. നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.